പുള്ളിക്കാരെ രക്തം കുടിക്കുവാണോ? നരഭോജിയാണോ ഇത്? അള്ളാ. എല്ലാവർക്കും മാലിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ബമാക്കോയിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബമാക്കോയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്ട്രോബെറി ഫീൽഡും ഒരു ബ്രോക്കോളി ഫീൽഡും, ബ്രോക്കോളിയാണോ എന്തോ, ഏതൊക്കെ പലതരത്തിലുള്ള കുറേ കൃഷികളുള്ള ഒരു ഫീൽഡിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഞാൻ എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച മലയാളി ബ്രോ അവരുടെ കൂടെ ഞാൻ വന്നതാണ്. ഇവിടെ നമുക്ക് സ്ട്രോബെറി പാടങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ തക്കാളി പാടങ്ങൾ, അതായത് ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ധാരാളം എംബസികളും നമ്മുടെ ആ കാണുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് കേട്ടോ. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് തൊട്ടപ്പുറത്തായിട്ട് വേറെ വലിയ ബിൽഡിങ്ങുകൾ. ഇത് ഭയങ്കര ഒരു പോർഷായിട്ടുള്ള ഏരിയയാണ്. ആ ഒരു വിജനമായിട്ടുള്ള കിടക്കുന്ന ഏരിയ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ആളുകൾ ചേർന്ന് അവിടെ ഇതുപോലെ കൃഷിയൊക്കെ രീതിയിലാക്കിയിട്ട് അവരിവിടെ മറ്റുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ കഴിക്കുന്ന ഒരു പ്രത്യേക ഇനം ലീഫാണ്. ഈ ലീഫിൻ്റെ പേരെന്താ ബ്രോ? സലാഡ് ലീഫ്. സോറി, സലാഡ് ലീഫ്. അവർ സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന ലീഫ്. പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതെന്തായിരുന്നു? ഇത് സെല്ലർ. ഇതെന്തായിരുന്നു? ഓ ഓക്കെ. പിന്നെ നമ്മുടെ മരിച്ചിനി ഇല്ല കേട്ടോ. നമ്മുടെ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് പ്ലാന്റ് അല്ലേ, അല്ല ക്രോപ്പ് അല്ലേ. പിന്നെ നമ്മുടെ സ്ട്രോബെറി ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഫ്രഷ് സ്ട്രോബെറി നമ്മളിപ്പോൾ വാങ്ങിച്ചേ ഉള്ളൂ. ഇത് 1 കിലോ അടുപ്പിച്ചിട്ടുണ്ടല്ലേ ബ്രോ? എത്ര രൂപയാണേ? 3000 സൈഫ. 3000 സൈഫ എന്ന് പറയുമ്പോൾ 6, 12, 18, എത്രയായാലും $5, 400 രൂപ അടുപ്പിച്ച് വരും. അതുകൊണ്ട് അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഇവർ മരുഭൂമി പോലത്തെ സ്ഥലത്തിന് ഇവർ ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. കണ്ടില്ലേ, അവർ നല്ല രസമുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ അതിന് ചുറ്റും ഇവിടെ ഇതുപോലെ ടെൻറ്റുകളിൽ താമസിച്ചാണ് അവരിവിടെ കൃഷി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. നല്ല അടിപൊളി കേട്ടോ. പിന്നെ അവിടെ കുറച്ച് വാഴക്കൃഷി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിപൊളി. അവിടെ ആത്തിച്ചക്കയാണ് കേട്ടോ. ചില ആളുകൾ അതിനെ സീതാപ്പഴം എന്ന് പറയും. ഓ അടിപൊളി കേട്ടോ. നട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്തായിരുന്നു ബ്രോ നടന്നേ? സലാഡ് ലീഫ് നടന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ നാട്ടില് കൃഷിക്ക് നമ്മുടെ പഴയ നാടൻ പാട്ടിടുമ്പോൾ ഇവിടുത്തെ റാപ്പ് സോങ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ അവര് വെള്ളം ഒഴിക്കുന്ന ഒരു സൈഡില് കേട്ടോ. ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ക്യാബേജ്, ഇവിടെ ബീട്രൂട്ട്, ക്യാബേജ്, പിന്നെ അതുകൊണ്ട് അവിടെ നമ്മുടെ മുരിങ്ങ ഇല, പിന്നെ 2-3 മാന്തൈകൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വാഴപ്പഴം. വെള്ളം എടുക്കുന്നതെല്ലാം ഇതുപോലുള്ള ചെറിയ കൺട്രിയിൽ നിന്നാണ്. നമ്മുടെ പൊതിൻ്റെയിലാണ് കേട്ടോ. ഒരു സാധനം കാണിച്ചു തരാം, പക്ഷെ നിങ്ങൾക്ക് മണം കിട്ടൂലല്ലോ, എന്നാ കൊള്ളായിരുന്നു. ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ, നല്ല മണം. നമ്മളിനി പുറത്തോട്ട് നടക്കുവാണ്. ഈ കാണുന്ന എന്ത് ബിൽഡിംഗ് എന്താ കേട്ടോ അറിയില്ല, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവരുടെ മിനിസ്ട്രി ഓഫ് പബ്ലിക് സേഫ്റ്റിയുടെ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്ന എല്ലാം ഫുള്ള് ഇങ്ങനെ എംബസികളും അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ഏരിയ ആണ്. പക്ഷേ ഡിപ്ലോമാറ്റിക് ഏരിയ കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഈ ഒരു ബമാക്കോ കണ്ടപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് സിമിലർ ആയിട്ട് തോന്നിയത് നമ്മുടെ സുഡാൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. ഖർത്തൂമൊക്കെ പോലെയാണ് എനിക്ക് ജസ്റ്റ് തോന്നിയത്. ഇവിടെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നാണ്. 1001 Wonders ഡേ ആൻഡ് നൈറ്റ് സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ മാർക്കറ്റിനകത്തോട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു പ്രധാന കാഴ്ച, ഇവിടെ എല്ലാ ആൾക്കാരും തൊപ്പിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അവരുടെ കുപ്പായം കണ്ടില്ലേ, പച്ചക്കുപ്പായം. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തൊപ്പി ആണ് കേട്ടോ. നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾ കണ്ടോ. ഈ കടയ്ക്ക് ആക്ച്വലി നിങ്ങളെന്താ വിളിക്കുന്നത്? എങ്ങനെയാ ഈ മാളിനെ വിളിക്കുന്നത്? കാക്കാമാളെന്ന് വിളിക്കാൻ കാരണം എന്താ ബ്രോ? ഇവര് പേരിട്ട് വിളിക്കുന്നതാണ്. അതായത് കാരണം ഇവരെല്ലാരും കണ്ടില്ലേ, തൊപ്പിയൊക്കെ വെച്ച് എല്ലാരും പച്ച ഡ്രസ്സൊക്കെ ആയിട്ട്. ബോഞ്ചോ
Me? No? Oh, no, no, no. Me. Yeah. പുള്ളി പറഞ്ഞത് വീഡിയോ എടുക്കാൻ പറ്റൂല എന്നാണ് കേട്ടോ. അതായത് ഇവർ വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ജസ്റ്റ് കളിയാക്കി വിളിക്കുന്നതാണ്. അതായത് എല്ലാവരും തൊപ്പി വെച്ചിട്ടാണ്. പിന്നെ സൗദി സ്പോൺസർ ചെയ്ത് എന്തോന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ നമസ്കാര സമയമാകുമ്പോൾ ഇവർ സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ട് നമസ്കരിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. കാണുന്നതാണ് കേട്ടോ ഇവരുടെ നമസ്കരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ നടുക്കായിട്ട്. സൂപ്പർ മാർക്കറ്റിന്റെ നടുക്കായിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സൂപ്പർ മാർക്കറ്റ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഫുഡ്, പിന്നെ ഹോം സാധനങ്ങൾ, ഹോം അപ്ലയൻസസ്, അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും സാധനങ്ങളും കാണാൻ സാധിക്കും. ഞാനപ്പോൾ അടുത്ത ദിവസമായി രാവിലെ എണീറ്റു ഞാൻ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള എംബസികളുടെ ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഞാൻ ആ ഏരിയ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റുപാടിൽ കാണിച്ചു തരാം. അവരെല്ലാവരും രാവിലെ ജോലിക്ക് പോയി. എൻ്റെ ബാഗ് ഞാൻ കഴുകി കേട്ടോ. ഞാനല്ല, സോറി, ഇവിടുത്തെ ചേച്ചി കഴുകി തന്നതാണ്. അപ്പോൾ ബാഗ് വൃത്തിയായിട്ടുണ്ട്. മാലിയിലെ കുറേ പൊടിയും കുറേ രാജ്യങ്ങളിലെ പൊടിയൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. ഇപ്പം ബാഗിൻ്റെ കളർ തന്നെ ആകെ മാറി. ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന സ്ഥലം. ഇതിവിടുത്തെ കഴിഞ്ഞ മുമ്പത്തെ ഏതോ ഒരു പ്രസിഡൻറ്റിൻ്റെ ഭാര്യയുടെ വീടാണ്. പ്രസിഡന്റ് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ആ ഒരു വീടാണ്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് അറിയില്ല. കണ്ടിട്ട് ഒരു എംബസിക്ക് ഉണ്ടാക്കിയ ഒരു വസതിയൊക്കെ പോലെ ഉണ്ട് കേട്ടോ സംഭവം. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആകെ എനിക്കൊന്ന് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ ഇനി കുറച്ച് മാർക്കറ്റ് ഏരിയയിലോട്ടൊക്കെ പോവുകയാണ്. നമ്മുടെ മാലിയിലെ സെൻട്രൽ മാർക്കറ്റ്, നമ്മുടെ പറ്റുമെങ്കിൽ ഗ്രാൻഡ് മോസ്ക്, ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് ഞാൻ പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അവിടുത്തെ അന്തരീക്ഷം ഇവിടത്തെ പോലെ അല്ല, കുറച്ചുകൂടെ തിരക്കും തിക്കും ശബ്ദങ്ങളും മാലിന്യമൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണെന്നാണ് തോന്നുന്നത്. ഞാൻ പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ നമ്മുടെ അവിടെ നിൽക്കുന്ന ബ്രോൻ്റെ അവിടെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിവിടെ സിറ്റി കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിന്റെ മുന്നിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് ഇവർ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ താണ്ടെ കാറൊക്കെ വൃത്തിയായി കഴിയാൻ വേണ്ടിയത് ഇതുപോലെ ധാരാളം പേരുണ്ട് കേട്ടോ. പയ്യന്മാര്, അവർക്ക് കുറച്ച് കാശ് കൊടുക്കുമ്പോൾ അവർ കാറ് കഴുകി തരും. പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചൂടുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കയ്യുറയൊക്കെ ഇട്ടത്. പക്ഷേ ഭയങ്കര ചൂട് തോന്നുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയുള്ളൂ കേട്ടോ. ഇത്രയും നേരം AC കാറിൽ നിന്ന് പുറത്തിറങ്ങിയുള്ളൂ. ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട്. ഞാൻ ആദ്യമായിട്ടാണ്, ഇന്നലെയൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ ആദ്യ ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് മാലിയിലെ നഗരക്കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ബമോക്കൻ നഗരക്കാഴ്ചകൾ. ഇവിടെ എല്ലാ ആൾക്കാരും ഇതാണ്ടെ റോഡ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയുണ്ട് കേട്ടോ. റോഡ് നല്ലതുപോലെ അവർ തൂത്ത് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. കാരണം ഇവിടെ ഫുള്ള് പൊടിക്കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് ഇവർ കറക്റ്റ് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് കൂടും. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരു ട്രാഫിക് പോലീസുകാരൻ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. വീഡിയോ എടുത്ത് കണ്ടപ്പോൾ തന്നെ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു. വലിയ പ്രശ്നം ഉണ്ടാക്കി. ലാസ്റ്റ് ഞാൻ ഫോണൊന്നും കൊടുത്തില്ല. ലാസ്റ്റ് അങ്ങനെ പിന്നെ പ്രശ്നമില്ല. പിന്നെ ലാസ്റ്റ് അവർ ഫോൺ നോക്കി. പിന്നെ ഞാനിങ്ങനെ നടന്നു വന്നു. അതായത് 1960-ലാണ് ഇവർക്ക് നമ്മുടെ ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ. മാലി എന്ന് പറയുന്നത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. പല വെസ്റ്റേൺ ആഫ്രിക്കൻ രാജ്യങ്ങളും ഫ്രഞ്ച് കോളനി ആയിരുന്നു. ഫ്രഞ്ചിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി സെപ്റ്റംബർ 22 1960. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം അവർ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയറാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് സ്ക്വയറാണ്. മാത്രമല്ല ഈ ഒരു സ്ക്വയറാണ് ഇപ്പം ഇവിടെ പട്ടാള അട്ടിമറി നടക്കുവാണെങ്കിലും എന്ത് പ്രശ്നം നടക്കുവാണെങ്കിലും അവർ ഈ ഒരു സ്ക്വയറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്ക്വയറിലാണ് എല്ലാ ആളുകളും വന്ന് കൂടി അവിടെ എന്താ പറയുക, പട്ടാള അട്ടിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രക്ഷോഭത്തിൻ്റെ ഇതൊക്കെ നടക്കുന്നതും അവിടെയാണ്. അയ്യോ, ഇവിടുത്തെ ബൈക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ മുഴുവൻ ബൈക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു 50% കൂടുതലും ബൈക്കാണ് ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. സ്പെഷ്യലി ഈ ഒരു നഗര കാഴ്ചകളിൽ കണ്ടോ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഒരു സ്ക്വയർ തന്നെ നിങ്ങൾ നോക്കിക്കേ, എന്ത് മാത്രം ബൈക്ക് ടാക്സികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രഞ്ച് സമയത്ത് തന്നെ ആക്ച്വലി ബൈക്ക് ഇവിടെ കൊണ്ടുവന്നെങ്കിലും പിന്നീട് നമ്മുടെ ബജാജ് ഇന്ത്യ ആണ് കേട്ടോ ഇവിടെ ധാരാളം കൂടുതലായിട്ട് ബൈക്ക് എക്സ്പോർട്ട് ചെയ്തത്. എനിക്കൊന്ന് ബജാജ് ഇന്ത്യയുടെ ഏകദേശം 50% ഏകദേശം 2000 ആയപ്പോഴേക്കും തന്നെ അവർ ആഫ്രിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാലിയിൽ നമുക്ക് എല്ലായിടത്തും ബൈക്ക് കാണാൻ സാധിക്കും. ഞാൻ നമ്മുടെ മാർക്കറ്റിലൂടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ദിനപത്രങ്ങൾ അവരിങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ വാർത്തകളെല്ലാം ആളുകൾ ഇവിടെ പത്രം വാങ്ങാതെ തന്നെ നിന്ന് വായിക്കുന്ന കാഴ്ചകളാണ്. അതിനോടൊപ്പം തന്നെ ചെറിയ പുസ്തകങ്ങളൊക്കെ ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിൽക്കാനൊക്കെ വേണ്ടിയാണ് കേട്ടോ. ആളുകൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വലിയ പ്രശ്നമല്ല, പക്ഷേ പോലീസ് കണ്ടാലാണ് പ്രശ്നം.
നേരത്തെ പോലീസ് കണ്ടപ്പോൾ ഉള്ള കോമഡി ഞാൻ പറഞ്ഞുതരാം. പട്ടാളം നിൽക്കണം തോന്നുന്നു അവിടെ. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ പഴയ കത്തീഡ്രലാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ പഴയ ഫ്രഞ്ച് സമയത്ത് അവർ നിർമ്മിച്ച ഒരു കത്തീഡ്രൽ പള്ളിയാണ്. നമ്മുടെ ഈ ഒരു ക്രിസ്ത്യൻ പള്ളി അവർ മാസമുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ 10 മണിക്കാണ് ഓപ്പൺ എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കുറേ ഹോംലെസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഇവിടെ വന്ന് കിടക്കുന്നത് കേട്ടോ. നമ്മുടെ പള്ളിയുടെ ഭാഗം പക്ഷേ ക്ലോസ് ആയതുകൊണ്ട് അകത്തോട്ട് കയറാനായിട്ട് പറ്റില്ല. ഇവിടെ എല്ലാം അവരൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് പള്ളിയുടെ അടുത്തായിട്ടുള്ള ഭാഗം. 1920 കാലഘട്ടത്തിൽ പണി തുടങ്ങുകയും 1936 കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കുകയും ചെയ്ത ഒരു കത്തീഡ്രൽ കൂടിയാണ്. മാത്രമല്ല ഈ ഒരു മുസ്ലിം കൺട്രി, മാലി എന്ന് പറയുന്ന മുസ്ലിം കൺട്രിയിലെ ഒരു ഹെറിറ്റേജ് കൂടിയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഹെറിറ്റേജിന്റെ ഒരു ലാൻഡ് മാർക്കായിട്ട് ഇപ്പോഴും അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചർച്ചിന്റെ മതിലുകളിൽ ഇവരുടെ എനിക്കൊന്ന് അന്നത്തെ പുരോഹിതന്മാരായിരിക്കണം, അവരുടെ ചിത്രങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ഏരിയ ഫുള്ള് നമ്മുടെ ചർച്ചിന്റെ കോമ്പൗണ്ട് ഏരിയ ആണ്. ഇവരുടെ മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് പോവാണ്. ഇവരുടെ സെൻട്രൽ മാർക്കറ്റിന്റെ ഉള്ളിലോട്ടാണ്. കണ്ടോ, പണ്ടത്തെ ഫ്രഞ്ച് കൊളോണിയൽ ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ സത്യത്തിൽ പേടിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ആരെങ്കിലും എൻ്റെ ഫോണ് തട്ടിക്കൊണ്ടുപോവോ എന്നുള്ള ഒരു പേടി. അതാണ് എന്നെ ആഫ്രിക്കയിലെ ഏറ്റവും യാത്ര ടഫാക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് ആണ്. നമ്മുടെ തുണിയും സാധനങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന മാർക്കറ്റ് ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ചെരുപ്പിൻ്റെ മാർക്കറ്റ്, നമ്മുടെ തുണിയുടെ മാർക്കറ്റ്, പിന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കാണിക്കാനാണ് ഞാൻ ഇനി പോകുന്നത്. നമ്മുടെ കറുത്ത മായ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കറുത്ത മായ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയും. അതായത് ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, സ്പെഷ്യലി വെസ്റ്റ് ആഫ്രിക്കയിലെ ഗാന, ടോഗോ അല്ലെങ്കിൽ മാലി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം ഭയങ്കര പ്രസിദ്ധമാണ്. ഐവറി കോസ്റ്റിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതുമാണ്. അതായത് ഇവരെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ അനിമിസം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു പ്രാചീനമായിട്ടുള്ള മൃഗവും പ്രകൃതിയൊക്കെ ആയിട്ട് ആത്മാപൂര്യമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മതവിശ്വാസത്തിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ അനിമിസത്തിന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് മാജിക്. അതായത് ഇവർ മൃഗങ്ങളുടെ തൊലിയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ പല പാർട്സ് എടുത്തിട്ട് അവരത് എന്താ പറയുക, ഈ ഒരു സംഭവങ്ങൾക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനോ അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്. ഇപ്പം ഇതൊരു മുസ്ലിം കൺട്രി ആണെങ്കിലും പണ്ടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവർ ഇസ്ലാമുമായിട്ട് ഇടകലർത്തി അവരങ്ങനെയുള്ള ആചാരങ്ങൾ ചെയ്യാറുണ്ട്. കാരണം ഇത് ഇസ്ലാമിൽ ആക്ച്വലി ഇത് ശിർക്ക് പറയുന്നത്, ഇതിൽ ചെയ്തുകൂടാത്ത കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലുള്ള ചെറിയ ക്ലോത്ത്, ഇവരുടെ സ്ത്രീകളുടെ മുടി വിൽക്കുന്ന മാർക്കറ്റാണ്. അതാണ്ട് മുടികൾ, അങ്ങനത്തെ ഒരു വലിയൊരു ലോങ് മാർക്കറ്റാണ് കേട്ടോ. സ്ത്രീകളുടെ സംഭവങ്ങൾ, തുണികൾ, ലെവല് മാർക്കറ്റ് കേട്ടോ. ഇങ്ങനെ നീണ്ട് നിരന്ന് കിടക്കുവാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംഭവങ്ങളും കുറേ ചെരുപ്പുകൾ, മാല, കമ്മൽ, ഇവരുടെ തുണികൾ, കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇങ്ങനെ സംഭവങ്ങളുമായിട്ട് നടക്കുന്നുണ്ട് വിൽക്കാനായിട്ട്. അടിപൊളി കേട്ടോ. ഇവിടെ മാർക്കറ്റിന്റെ അകത്ത് നോക്കിയേ, ഇവര് സ്ത്രീകൾക്ക് വേണ്ടിയാണ് കേട്ടോ. അതായത് ഇത് യഥാർത്ഥ റിയൽ ഗോൾഡ് അല്ല, പക്ഷെ ഇവിടെ പല ക്യാരറ്റിന്റെ ഗോൾഡ് കിട്ടും. ഇവിടെയൊക്കെ കണ്ടില്ലേ, സ്ത്രീകളുടെ ഇതിൻ്റെയോടുള്ള ഒബ്സഷൻ അതായത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം അവർ വിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവരുടെ മോതിരങ്ങള്, വളകള്, ഇതുപോലുള്ള നമുക്ക് സ്വർണ്ണമായിട്ട് തോന്നിക്കും. സ്ത്രീകളെല്ലാവരും ഇതുപോലത്തെ വലിയ സംഭവങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത് നമുക്ക് ഇവിടെ സ്ട്രീറ്റിലൊക്കെ കാണാൻ സാധിക്കും. മാലി സ്ത്രീകള് ഇവിടെ ഇങ്ങനത്തെ ഒരു വലിയൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ഞാൻ മാർക്കറ്റിൽ വന്നപ്പോ നോ പ്രോബ്ലം, യു നോ അവര് കാണിച്ചു തരുവാണ് കേട്ടോ. അതായത് ഈ കാണുന്ന സാധനം എന്ന് പറയുമ്പോൾ ഇവർ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ കൊടൊക്കെ മാതിരി ഇങ്ങനെ കുറേ ഇതാണ്ട് ഇവിടെയൊക്കെ കണ്ടില്ലേ, കളർഫുള്ളായിട്ട്. എനിക്കൊന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ് വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് വീട്ടിലിങ്ങനെ വെക്കും എന്നുള്ള സംഭവം. ദിസ് ഫോർ ന്യൂ ഹൗസ്, ഓൾഡ് ഹൗസ്? For new house, not something. Any house? Only house. New house, old house, no problem. അവർ വീട്ടിൽ വേണ്ടേ ഇങ്ങനെ വെക്കും. പിന്നെ ഇത് കുന്തിരിക്കയൊക്കെ നമ്മൾ കത്തിക്കാനില്ലേ, ഇത് നമ്മൾ ഇതിലിട്ടിട്ട് ബേൺ ചെയ്ത് വീട്ടിൽ വെക്കുന്ന ഒരു സംഭവമാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് എന്താണെന്ന് എനിക്കും കറക്റ്റ് ഇതുവരെയായിട്ട് ഒരു ഐഡിയ കിട്ടിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? My name Muhammad. Muhammad. You speak French? Oh, small. You speak English? English small. French good. French good? Good, yes. Oh, okay.
Some people speak French less, right? Here. Only speak French. Bambara? Bambara, French. English, small. English, small. Yeah. Arabic? Arab, no. No Arabic. No. Okay. Thank you so much. Okay, thank you. Merci Your beaucoup. name? Mahin. Mahin. Yeah. Okay, thank you. I'm from India. Okay. Thank you. Thank you so much. After, huh? ഓക്കെ അതായത് അവര് സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടുത്തെ മുക്കാല് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ സദേൺ ഭാഗത്തുള്ള മാലിയിലാണ്. പിന്നെ നോർത്തേൺ ഭാഗത്ത് ഈ സഹേൾ റീജിയൻ, മരുഭൂമി റീജിയനിൽ വളരെ കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡെൻസിറ്റി വളരെ കുറവാണ്. അവിടെയുള്ള ആളുകൾ കൂടുതൽ അറബി സംസാരിക്കുന്ന ആളുകളാണ്. ഇങ്ങോട്ട് താഴോട്ട് ഫ്രഞ്ച് എല്ലാവരും സംസാരിക്കില്ല. ഇവരുടെ പ്രാദേശികമായിട്ടുള്ള ബംബാര എന്ന് പറയുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ കുന്തിരിക്കം പോലുള്ള സ്മെല്ലുകളൊക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ. ഇത് അവർ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിൽക്കാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്നിട്ട് നമുക്ക് ഇട്ട് സ്മെൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇവിടെ കുറേ ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മാർക്കറ്റ് ഇതാണ്. ഇവിടെ താണ്ടെ മുളക് പൊടി, ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ പുളിയാണ് കേട്ടോ. നമ്മുടെ പുളി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി, പിന്നെ ഇങ്ങോട്ട് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റിൽ നമ്മുടെ ഇറച്ചി വിൽക്കുന്ന കാഴ്ചകളാണ്. നല്ല അടിപൊളി മാർക്കറ്റ്. ഇവിടെ ലിവറൊക്കെ ആണല്ലോ, ഇത്രയും വലിയ ലിവർ. വിച്ച് അനിമൽ? ബീഫാണ് കേട്ടോ. നമ്മുടെ ബീഫാണ് ഇവിടെ വിൽക്കുന്നത്. അതിൻ്റെ ഇവിടെ ലിവർ ഇത്ര വലുതായിട്ട് താണ്ടേ, ലിവർ റൈറ്റ്. ഇവിടെ താണ്ടേ അവർ ലിവർ അതിലിട്ട് തൂക്കിയിട്ട് അവിടെ ലിവർ വിൽക്കുന്ന കാഴ്ചയാണ്. എൻ്റെ അമ്മോ, ഇവിടെ വലിയൊരു മാർക്കറ്റ് കേട്ടോ. നല്ല രസമുള്ള വലിയൊരു അടിപൊളി മാർക്കറ്റ്. ഇവിടെ കുറേ അനിമൽസ്. പിന്നെ താണ്ടെ ഈ കാണുന്നത് നമ്മുടെ കോഴിയാ. താണ്ടെ ഇവിടെ വെട്ടി അവർ തൂക്കി കൊടുക്കുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഒരു റൂഫിൻ്റെ അടിയിലുള്ള ഒരു ഇറച്ചി മാർക്കറ്റാണ്. നല്ല രസമുണ്ട്. കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനി മുന്നോട്ട് നീങ്ങുവാണ്. ഇവിടെ നമ്മൾ മുടിക്കടയാണ് കേട്ടോ. ഇങ്ങനത്തെ മുടിക്കട ധാരാളമുണ്ട്. അത് ആഫ്രിക്കയിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുമല്ലോ. ഇതൊക്കെ അവർ പലയിടത്തും വരുന്ന സിന്തറ്റിക് ഹെയറും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ അങ്ങനെ താണ്ടെ ബ്രസീൽ വൂൾ ഹെയർ എന്ന് പറഞ്ഞുള്ള പേരിലുള്ള ഹെയറും സംഭവങ്ങളൊക്കെയാണ്. പല മോഡലുകളും ഇവിടെ വയ്ക്കുന്നതാണ്. താങ്ക് യു. നമുക്ക് മുടി ബിസിനസ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക, ഒരു മതപരമായിട്ടുള്ള കേന്ദ്രം, അവിടെ ഒരു പ്രീസ്റ്റായി നിന്നിട്ട് അവിടെ കുറേ ഇങ്ങനെ മുടി ആൾക്കാർ വന്ന് കട്ട് ചെയ്യുന്ന അത് ബിസിനസ് ഉണ്ടാക്കി നല്ല പൈസ ഉണ്ടാക്കാം ആഫ്രിക്കയിൽ. എൻ്റെ അമ്മോ, ഒരു കടയിലുള്ള തിരക്ക് ഉണ്ടോ സ്ത്രീകൾ ഇതുപോലുള്ള ആഭരണം വാങ്ങാൻ വേണ്ടി. അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. ഫുള്ള് സ്ത്രീകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടായിരുന്നു കേട്ടോ. BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ, നിങ്ങൾക്ക് അറിയാലോ BBC. അത് കണ്ടതെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഒരു മരുന്ന് കമ്പനിയുടെ ഒരു റെയ്ഡിന് പോയി. അതായത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ, ഈ ഗാന, പല രാഷ്ട്രങ്ങളിൽ അവർ ഈ മരുന്നുണ്ടല്ലോ, ഒരു ഗുളിക ഉണ്ടാക്കും. അതായത് പെയിൻ റിലീഫിന് വേണ്ടിയുള്ള ഒരു ഗുളിക ഉണ്ടാക്കിയിട്ട് അത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇടും. അത് ആക്ച്വലി ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. ഒരു ഡ്രഗ് അഡിക്ട്സ് പോലെ, സാധാരണ മറ്റു ഡ്രഗ് ഉണ്ടല്ലോ, അതായത് അല്ലാത്ത ഡ്രഗുകളുണ്ടല്ലോ, അതുപോലുള്ള അഡിക്ഷൻ ആക്കുന്ന ഒരു ഇതാണ്. അത് ഞാൻ ഇപ്പോൾ നേരിട്ട് കണ്ടു. അതായത് ആളുകൾ ഒരു പൈസ കൊടുത്തിട്ട് ഇങ്ങനെ മരുന്നിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുവാണ് കേട്ടോ. പല ആളുകളും ഇങ്ങനെ ഫുള്ളായിട്ട് വാങ്ങുന്നില്ല, ഓരോ ഡ്രഗായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വാങ്ങുന്ന കാഴ്ച കേട്ടോ. അത് ഞാൻ ആ സെയിം BBC ഡോക്യുമെൻ്ററിയിൽ കാണിച്ച ആ സെയിം ഒരു കമ്പനിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് വീഡിയോ എടുത്താൽ വലിയ പ്രശ്നമാവും ചിലപ്പോൾ. അതായത് ഒരു ഡ്രഗ് അഡിക്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി വാങ്ങാൻ വേണ്ടിയുള്ള ക്യൂ ആണ്. മരുന്നാണ് കേട്ടോ വിൽക്കുന്നത്, വേറെ ഒരു പ്രിസ്ക്രിപ്ഷനോ ഒന്നുമില്ലാത്ത. അത് ഭയങ്കര അഡിക്റ്റ് ആക്കുന്ന ഇതാണ്. അത് BBC ഡോക്യുമെൻ്ററിയിൽ അതിൻ്റെ മാനേജറിൻ്റെ ഈ ഒളിക്യാമറയിൽ അവർ പറയുന്നുണ്ട്, ഇത് അവരുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്ന സംഭവമാണെന്ന് പറഞ്ഞ്. അയ്യോ, ഞാൻ അത് കണ്ടപ്പോൾ എന്താ പോലെ. ഞാൻ മാർക്കറ്റ് ഇങ്ങനെ ഫുള്ള് നടന്ന് നീങ്ങുവാണ്. ഫുള്ള് തിരക്കും തിക്കും. മാർക്കറ്റിൽ നിന്ന് വലിയ റോഡിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഫുള്ള് തിരക്കാണ്. ഇതിവിടുത്തെ പബ്ലിക് ഷെയർ ടാക്സി ഒക്കെയാണ്, അതായത് ഇവരുടെ ട്രാൻസ്പോർട്ട് വണ്ടിയാണ്, ബസ്. ഞാൻ നമ്മുടെ ഗ്രാൻഡ് മോസ്ക് പോകാൻ വേണ്ടി ഒരു ലോക്കൽ നെയ്ബർഹുഡ് ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. സലാം. ഇവിടെ മനുഷ്യനും വണ്ടിക്കും ഒന്നിനും പോകാനുള്ള സ്ഥലമില്ലല്ലോ. അയ്യോ, ഞാൻ എവിടെയാണെന്നോ പോകുന്നത്.
എൻ്റെ അമ്മ. ഇവിടെ നമ്മുടെ വഴിയരികിൽ നമ്മുടെ ഫുള്ള് നമ്മുടെ മീനാണ് കേട്ടോ. നമ്മുടെ കരുവാട്, നമ്മുടെ ഉണക്ക മീനിൻ്റെ ഒരു ശേഖരമാണ്. കടലിൽ നിന്ന് വരുന്നതെല്ലാം എക്സ്പോർട്ട് ആയിട്ടുള്ളതും. പിന്നെ ഇവിടെ കൂടുതൽ ആളുകൾ പുഴമീനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വേണ്ടേ വഴിയരികിൽ നമ്മുടെ മീനാണ് കേട്ടോ. മീനിൻ്റെ മുള്ളും ഇതും വേസ്റ്റും എല്ലാം അവരെടുക്കും. അവർ മീൻ മാത്രമല്ല അതിൻ്റെ വേസ്റ്റ് വരെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. അയ്യോ, ഫുള്ള് താണ്ടെ മീനിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് വിൽക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ ചെറിയ ഉണക്ക മീൻ. ഇവിടെ ഞാൻ കുറേ നേരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും. ഭക്ഷണം കഴിക്കുന്നവർ ഇത് കാണരുത്. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവർ ഈ നമ്മുടെ ഡേറ്റ്സ്, ഇങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, കുരുമുളക്, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ, കേരളത്തിൽ മലബാർ കോസ്റ്റിൽ നിന്നുണ്ടായ സാധനം, അതിൻ്റെ അടുത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്പൈസസ് ആണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം. ഇവിടെ വേറെ സ്പൈസസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അതൊക്കെയാണ് വീട്ടിൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കുക്കിംഗ് സാധനങ്ങൾ. കുക്കിംഗ് അല്ല, യൂട്ടൻസിൽസ്, പിന്നെ ഹെർബ്സ് പോലുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവസാനം വന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പള്ളിയിലോട്ടാണ്. ഇവിടുത്തെ ഗ്രാൻഡ് മോസ്കാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മോസ്കാണ്. പുറത്തുനിന്ന് തോന്നുമ്പോൾ നമുക്ക് ആദ്യം ഇതൊരു സ്റ്റേഡിയം ആണോ എന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്നതാണ്. ഞാൻ പള്ളിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. 1948 കാലഘട്ടത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. പക്ഷെ പിന്നീടുള്ള റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 1970 അത് വീണ്ടും പ്രധാനമായിട്ട് വേറൊരു രീതിയിൽ ഓപ്പൺ ചെയ്ത് 1976 കാലഘട്ടത്തിലൊക്കെയാണ് ഇത് പിന്നെ പബ്ലിക്കായിട്ട് കൂടുതലായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇവിടെ കാണുന്നതാണ്ട് ഒരു മിനാരമുണ്ട്. ഫുള്ള് പച്ചയും വെള്ളയൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിന്, നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്തായിട്ടുള്ള മാർക്കറ്റാണ് ഗ്രാൻഡ് മർച്ചി എന്ന് പറയുന്ന മാർക്കറ്റ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ പള്ളിയുടെ ഭാഗത്തുള്ള ഇറങ്ങി വന്നപ്പോൾ ഇതെന്താ സംഭവം? അതിനെന്തോ ട്രീറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി എന്തോ ട്രീറ്റ്മെൻറ്റ്. ഇത് മറ്റേ അക്യുപഞ്ചറാണ് കേട്ടോ. ഇവർ മറ്റേ ബ്ലഡ് എടുക്കുന്നതാ. പുള്ളിക്കാരൻ്റെ ബ്ലഡ് എന്തോ എടുക്കുവാണ് കേട്ടോ. ഇത് സാധാരണ മറ്റേ പ്രാണിയെ കൊണ്ടല്ലേ ആക്കുന്നത്. ഇതോ അത് ചെയ്തു വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ കാലെന്തോ ദിസ് ഫോർ ഹെൽപ്പ്. ഗുഡ്. ഓക്കെ. ആ കാണുന്നതാണ് കേട്ടോ. നൗ ഐ ഗോട്ട് ഇറ്റ്. കൊള്ളാം കേട്ടോ സംഭവം. ഞാൻ നോക്കിയപ്പോൾ എന്താ ഈ കഴുതക്കാൽ ഇവിടെ വെച്ചിരിക്കുന്നത് ഏതാണ് നോക്കി, കണ്ടില്ലേ? അല്ല, കൊമ്പ് എന്തിനാണ് വെച്ചിരിക്കുന്നത് ഞാൻ നോക്കിയത്. ഇവിടെ ഇങ്ങനെ കുറേ കടകൾ ഇവിടെ കാണാൻ സാധിക്കും. അവരുടെ മരുന്ന് സംഭവങ്ങൾ. എന്നെ കയറ്റി ഇവിടെ ഇരുത്താൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെന്നോ. എൻ്റെ അമ്മോ പാങ്ങട്ടോ. പുള്ളിക്കാരൻ വേദന കൊണ്ട് പൊളയുവാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ കീറുവാണ് കേട്ടോ ഇങ്ങനെ. എന്നിട്ട് അവർ വീണ്ടും എനിക്ക് കണ്ടപ്പോൾ തന്നെ കൊറേ നേരം കേട്ടോ. പുള്ളിക്കാരന് വേദന ഇല്ലേ എന്തോ കേട്ടോ. നോ പെയിൻ. പുള്ളിക്കാരൻ വേദന ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പാവം. അയ്യോ, കാണിച്ചു തരുന്നു. അത് ദിസ് ദിസ് വൺ. ഇത് എന്തോ അവര് എടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. എന്റെ പടച്ചോനെ, ഇനി ഇവര് ഇതിനെ കണ്ടില്ലേ, പുള്ളി അതിനെ നക്കുന്നു. നക്കിയിട്ട് വീണ്ടും പുള്ളിക്കാരെ രക്തം കുടിക്കുവാണോ? നരഭോജിയാണോ ഇത്? അല്ലാ. എന്നിട്ട് പുള്ളിക്കാരെ ബബിൾക്ക അതിൽ ചുപ്പിച്ചു വെച്ചു, കണ്ടില്ലേ? ബബിൾക്ക. നൈജീരിയ, നൈജർ. നൈജർ. അന്ത അറബി താരിഫ്. ഹൗസ ഇവരുടെ ഭാഷയാണോ? ഹൗസ നൈജീരിയ. മെയ്സൺ നൈജർ ആണ് കേട്ടോ ഇവര്. നിയാമേ ഗുച്ചി. നിയാമയിലല്ല സംഭവം, നിയാമയുടെ അടുത്താണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഡോക്ടറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ
ഇവരുടെ അതായത് ആക്ച്വലി ഇവിടെ മാലിയിൽ ബമാക്കോയിലൊക്കെ ഇവിടെ ധാരാളം ട്രഡീഷണൽ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ഥലമാണെന്നാണ് തോന്നുന്നത് ഈ പള്ളിയുടെ ഈ ഭാഗം. പുള്ളിക്ക് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നേന്ന് തോന്നുന്നു. അവിടെ ഒരു തല വടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത്. ഇത് കുറെ നേരം ഇതുപോലെ ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. മേഴ്സി, ശുക്രൻ, അസ്സലാമു അലൈക്കും. മേഴ്സി. സോ ഇവിടെയൊക്കെ നമ്മുടെ പള്ളിയുടെ തൊപ്പിയും സംഭവങ്ങളൊക്കെ വിൽക്കുന്നതാണ്. അവിടെയും ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അതായത് ഇവിടെ തലവടിക്കുന്ന സ്ഥലം, കുറെ ഡോക്ടർമാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറെ ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ പല കാര്യത്തിനായിട്ട് ഇവിടെ വഴിയോരങ്ങളിൽ ഇരിപ്പുണ്ട്. ഞാൻ മുന്നോട്ട് നീങ്ങി പോവാണ്. ഇനി കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിന്റെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നടക്കുവാണ്. ഇവിടെ കണ്ടില്ലേ നമ്മുടെ തസ്ബിയുടെ വലിപ്പം കണ്ടില്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ സൂഫിസം ഷേഖന്മാരൊക്കെ ഉപയോഗിക്കുന്ന തസ്ബിയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ബൈക്ക് അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഇത് ബൈക്കിന്റെ പാർക്കിംഗ് ആണോ? മാർക്കറ്റ് ഏരിയയില് എല്ലാവരും ഇവിടെ തലവഴിക്കുന്നുണ്ട്. അവിടെ തൊണ്ടേ സ്ത്രീകളുടെ കാല് വരെ അവർ വൃത്തിയാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഇതുപോലെ എല്ലായിടത്തും ശുക്രൻ ആണ്ടെ ഇതുപോലെ നമ്മുടെ സ്റ്റിക്ക് വയ്ക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാറി മാറി നിന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇവര് കാല് വൃത്തിയാക്കുന്നത്, തല വടിക്കുന്നത്, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിന്റെ മാർക്കറ്റാണ് ഇതാണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇവർ പലതരത്തിലുള്ള സംഭവങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരു ഖുർആൻ വചനങ്ങളൊക്കെ എഴുതിയ ഒരു പ്ലക്കാർഡ് പോലെ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ മരത്തിന്റെ സംഭവങ്ങൾ, ഇവിടെ താണ്ടെ പല്ലുകൾ, ഇവിടെ പല തരത്തിലുള്ള മൃഗങ്ങളുണ്ട്, അതിൻ്റെ തോലുകൾ, സംഭവങ്ങൾ അതൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇവിടെ താണ്ടെ സ്നേക്കാണ് കേട്ടോ, പാമ്പാണ്. ഇതാ പാമ്പിന്റെ ചട്ടയും പാമ്പിന്റെ ബോഡി താണ്ട് കുറേ പാമ്പുകള്, പിന്നെ എന്തോ മൃഗത്തിന്റെ ഈ എന്തിന്റെ കൊക്കിന്റെയൊക്കെയാണ്. അതാണ്ട് ഒരു സ്ത്രീ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുറെ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവർ ഇതിൻ്റെ ഇടയിൽ 2 പാമ്പൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അത് ഞാൻ നേരത്തെ കണ്ടു. ഇവിടെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം ഒരു മിക്സഡ് ശേഖരമാണ് കേട്ടോ. പലതിൻ്റെയും മിക്സഡ് ശേഖരമാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇത്. ഓരോ മൃഗങ്ങളും ഓരോ തരത്തിന് അവർ ഉപയോഗിക്കും. ചില ആളുകൾ, അതായത് ഇവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ, അതായത് ഇവര് കഴുതയുടെ ചെവി ഇവര് അതും കുറച്ചെന്തോ ഇതുമായിട്ട് അതിനെ അരച്ചിട്ട് അത് മിക്സ് ചെയ്ത് കഴിച്ചാൽ അത് ചിലപ്പോൾ ഒരു പെണ്ണിനെ ഇവർക്ക് ഇഷ്ടമുണ്ട്, ആ പെണ്ണിനെ തന്നെ വേറൊരു പുരുഷനും സ്നേഹിക്കുന്നു. അപ്പൊ ഇവർക്ക് ആ പെണ്ണിനെ കിട്ടണമെങ്കിൽ എന്താ പറയുക, ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പയ്യന് സ്നേഹം കുറയും, അപ്പോൾ ഇവനെ ആ പെണ്ണിനെ സ്വന്തമാക്കാം. അങ്ങനെ ചെയ്യുന്ന പരിപാടിയുണ്ട്. പിന്നെ ഇവരുടെ ലൈംഗിക സംഭവം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ അങ്ങനെയൊക്കെ പലതരത്തിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്കിട്ട് പണി കൊടുക്കാൻ പലതരത്തിൽ സൊല്യൂഷനായിട്ട് പല തോലുകളോ പല സംഭവങ്ങളൊക്കെ വെച്ചതാണ്ട്. ഇത് ഒച്ചാണ്, ഒച്ചിന്റെ ഷെല്ല്. എന്റെ ഇവരെന്നെ പേടിപ്പിച്ചു. ബ്രോ, എന്റെ ജീവൻ പോയി ബ്രോ. ഗുഡ്. എന്തോ ഒരു തല സാധനം കേട്ടോ, അത് കൊണ്ടുവന്നിട്ട് എന്നെ ഇങ്ങനെ ആക്കി. ഞാനിങ്ങനെ നടന്നു പോയപ്പോ പാമ്പിന്റെ ചട്ട കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു വന്നു. അപ്പൊ പുള്ളിക്കാരന് മനസ്സിലായി എനിക്ക് പേടിയുണ്ടത്, അതുകൊണ്ട് ഇവരെന്നെ പേടിപ്പിക്കുവാണ്. ഓരോ സാധനങ്ങൾ ഇട്ട് ദേഹത്ത് ഇങ്ങനെ ആക്കി. പ്രോബ്ലം. പുള്ളിക്കാരൻ ഏതാണ്ട് ഇത് പൂച്ചയുടെ തലയാണ് കേട്ടോ, പൂച്ചയുടെ തലയാണ് ഈ കാണുന്നത്. ഇവിടെ എന്ത് സംഭവം തോ, അയ്യോ, ഇത് ഏതോ വലിയ പാമ്പിന്റെ ആണ്. ഇതാ ഇവിടെ കുറെ
അയ്യോ, ഇത് എനിക്ക് എന്തോ പോലെ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ പല മൃഗത്തിന്റെയും പല സംഭവങ്ങളുടെ ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ട് അവിടെ കുറെ പാമ്പുകള്, പൂച്ചത്തല, ഇവിടെയും അതുപോലെ കുറെ സാധനങ്ങൾ. അവിടെ കുറെ സംഭവങ്ങള്. എന്റെ പടച്ചോനെ, കണ്ടില്ലേ? ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ബ്ലാക്ക് മാജിക്. ഇതുപോലെ കുറെ മാർക്കറ്റ്, അതായത് കുറെ സ്റ്റോളുകൾ ഇങ്ങനെ വഴിയഴികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സാധനമായിട്ടാണ് കേട്ടോ ഇവരെന്നെ പേടിപ്പിച്ചത്. ഇതാണ് കേട്ടോ. നമ്മളിനി തൽക്കാലം ഇത് എടുത്ത സ്ഥലത്ത് അതുപോലെ തന്നെ വെക്കാം. ഇതാ, ഇതെല്ലാം വാരിയല്ലൊക്കെയാണ് കേട്ടോ. പല അനിമൽസിന്റെയും വാരിയല്ലും സംഭവങ്ങളും കുറെ ഉണ്ട്. അയ്യോ, ഇവിടെ താണ്ടെ കുതിരത്തല. ഇവിടെ നമ്മുടെ കുതിരത്തല, പല അനിമൽസിന്റെ തലകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അവിടെ താണ്ടെ വലിയ വലിയ പാമ്പുകൾ. പുള്ളിക്കാൻ അപ്പുറത്തെ ഒരു കടയിൽ ഞാൻ പൈസ കൊടുത്തു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവിടെ അവർ പൈസയൊന്നും ചോദിച്ചില്ല. ലാസ്റ്റ് അപ്പുറത്തെ കടയിൽ ഞാൻ ഒരു 50 രൂപ എടുത്തിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ പീജിയൻ, പ്രാവ്, ഇതെല്ലാം പാമ്പാണ് കേട്ടോ. നമ്മുടെ പാമ്പിനെയാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അവര്. പാമ്പല ഇവിടെ നമ്മുടെ അത് പൂച്ചയാണെന്ന് തോന്നുന്നു. അവിടെ താണ്ട് ഇങ്ങനെ ചത്ത പൂച്ച. ഇവിടെ പ്രാവിന്റെ എന്തോ തൂവല് എല്ലാം ഉണ്ട് കേട്ടോ. അയ്യോ, ഇങ്ങനെ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഇതിന്റെ കച്ചവടക്കാരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വേറെ തുണിയും സംഭവങ്ങളും. ഇതിന്റെ ദുർഗന്ധമാണ് കേട്ടോ സഹിക്കാൻ വയ്യാത്തത്. ഇതിന്റെ നാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നാറ്റം ഒട്ടും പറ്റൂല. ഈ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ ഇനി വല്ല ആസിഡുകളിലും ഇട്ട് കഴുകേണ്ടി വരും. ഞാനിത് തൽക്കാലം അവിടെ തന്നെ വെക്കാം. അങ്ങനെ പാമ്പ് ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ കണ്ട് മടുത്തു എന്ന് പറയാം. ആദ്യത്തെ 5 സെക്കൻഡിൽ തന്നെ എനിക്കിത് മതിയായി. ഇവിടെയും വേറെ ഒരു അനിമല്. അയ്യോ, ഇതിനെ ആക്ച്വലി ഇവര് വൂദൂന്നോ അല്ലെങ്കിൽ ഫെറ്റിഷ് എന്നോ പറയും കേട്ടോ. ഫെറ്റിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ വൂദൂ എന്നൊക്കെയാണ് ഇതിനെ സാധാരണയായിട്ട് പറയാറ്. ഇത് ഓരോ ആളുകൾ വാങ്ങിച്ചുകൊണ്ടുപോകും. കൂടുതലായിട്ട് ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് പഴയ പ്രാചീനമായിട്ടുള്ള പ്രിമിറ്റീവ് ആളുകളാണ്. ഇപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള പല ആളുകളും ഇവിടെയൊക്കെ കൂടുതലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ വന്നപ്പോഴും ഒരു സ്ത്രീ ഇത് വാങ്ങിച്ചോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ, ഇപ്പോൾ ഒരു പെണ്ണിനെ കിട്ടാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ആണിഞ്ഞ വീഴ്ത്താനോ അവന്റെ സ്വത്തുകൾ തട്ടാനോ അല്ലെങ്കിൽ അവർക്ക് പണി കൊടുക്കാനോ, ഇങ്ങനെ എല്ലാത്തിനും അവർ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം അവർ ഉപയോഗിക്കും. മലയാളത്തിൽ നമ്മുടെ മായ, എന്താ കറുത്ത മായ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചോദിച്ചാൽ മതി, അവരപ്പം തന്നെ ഓക്കെ ആണെന്ന് പറയും. ഇത് നമ്മുടെ ഖുർആനൊക്കെ എഴുതുന്ന ബോർഡ്. ഇവിടെയും നമ്മുടെ അതിൻ്റെയൊക്കെ കുറെ പ്രാവ്, തൂവല് കണ്ടോ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതെന്താണെന്നോ കേട്ടോ, ഇതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഏരിയ മുഴുവൻ അതിൻ്റെ ഒരു ഏരിയ ആണ്. മുന്നോട്ട് ഇനി നടന്നു പോവാം. തൽക്കാലം ആ മാർക്കറ്റ് കഴിഞ്ഞു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ മാലി നാഷണൽ അസംബ്ലി ആണ് കേട്ടോ. അത് 2020 കൂപ്പ് വന്നപ്പോൾ നമ്മുടെ ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ അവർ ഫുള്ള് കയറി നശിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ തൊട്ടവിടുത്തെയാണ് നമ്മുടെ പള്ളി. ഇവിടെയാണ് നമ്മുടെ ഏതാണ്ട് തലയും വാലും ഇതൊക്കെ ഉള്ള വേറെ ബ്ലാക്ക് മാജിക്കിന്റെ വേറെ കുറേ ഹട്ടുകൾ സംഭവങ്ങളൊക്കെയാണ്. മേഴ്സി, ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ തന്നെ ഇവിടെയും ൊക്കെ വന്ന് നോക്കുവാണ് കേട്ടോ. അവന്റെ ഗേൾഫ്രണ്ടിന് തലയിൽ വീഴ്ത്താൻ തന്നെയാണ് അവന്മാര് നോക്കുവാണെന്ന് തോന്നുന്നു. എത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങാളിയാന്ന്. ഇവിടെയും കുറെ സംഭവങ്ങള്. ഇവിടെ കുറെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ആ സ്ത്രീയൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്തിനാ സംഭവം? ഇവിടെ താണ്ടെ ഒരു ആന്റി വന്ന് വാങ്ങിച്ച് കുറെ സാധനങ്ങൾ കെട്ടിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടേ. എന്റെ പള്ളി, ഈ ഒരു ലോങ് മാർക്കറ്റ് ഫുൾ ഇതാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇവർക്ക് ബ്ലാക്ക് മാർക്കറ്റിന് ഇത്രയും വലിയ ഡിമാൻഡ് ഉണ്ടെന്ന്. എന്റെ പുറകിൽ കാണുന്ന ആ ഒരു ഭാഗത്തില്ലേ, അവിടെ ഫുൾ ഇതാണ് ബ്ലാക്ക് മാർക്കറ്റ് ആണ്. സോറി, ബ്ലാക്ക് മാജിക്കിന്റെ മാർക്കറ്റ് ആണ്. ഞാൻ ഇനി ഇവിടെ വിട്ട് പോവുകയാണ്. പറ്റുന്നില്ല കേട്ടോ, സൗണ്ട് നോയ്സ്. നമ്മൾ ബ്ലാക്ക് മാജിക് എപ്പോഴും വായിൽ വരുന്നു. അത് വിട്ടിട്ട് ഞാൻ സാധാ മാർക്കറ്റിലോട്ട് കയറി ഇനി ഇവിടെ വിട്ട് പിടിക്കുവാണ്. ഞാൻ അയ്യോ അവസാനം മാർക്കറ്റിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. അത് ഒരു കണ്ട് ഓവറായിട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കണ്ണൊക്കെ വേദന അടിച്ചു തുടങ്ങി. എനിക്കറിയില്ല, എനിക്കാരെങ്കിലും അതിൻ്റെ ഇടയിൽ ബ്ലാക്ക് മാജിക് കയറണമെന്ന് എനിക്കറിയില്ല കേട്ടോ.
അത് പിന്നെ ഞാൻ കുറച്ചു നേരം പള്ളിയിൽ പോയിരുന്നു. അത് പള്ളിയിലെ കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് ഞാൻ ബാക്കി മാർക്കറ്റ് കാണാനായിട്ട് നടന്നത്. ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്ക്. പിന്നെ ചില ഭാഗങ്ങളിൽ ഓക്കെയാണ്, ചില ഭാഗങ്ങളിൽ പിന്നെ ആളുകൾ ഭയങ്കര വലിയ പ്രശ്നമല്ല. ക്യാമറ ഫ്രണ്ട്ലി ആണ്, ഒരു പരിധി വരെ ക്യാമറ ഫ്രണ്ട്ലി ആണ്. പിന്നെ ക്യാമറയ്ക്ക് ഇപ്പൊ സാധാരണ ചില ഫ്രഞ്ച് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഒട്ടും ക്യാമറ ഫ്രണ്ട്ലി അല്ല. ബട്ട് ഇവിടെ നമ്മൾ പെർമിഷൻ ചോദിക്കുമ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ബ്രോ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറി സംഭവങ്ങൾക്കൊക്കെ വിൽക്കാനുള്ള അനുമതി സ്ത്രീകൾക്കാണ് കേട്ടോ. ഇപ്പൊ ഒരു സ്ത്രീയുടെ അണ്ടറിൽ ഇപ്പോൾ ഒരു പുരുഷന് വർക്ക് ചെയ്യാം, പക്ഷെ അത് ഇപ്പൊ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയാൽ പോലും അത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകളെ മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ. പിന്നെ ഈ പുരുഷന്മാരാണ് ബാഗ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയ്യിലൊക്കെ ഇട്ട് തൂക്കി നടന്ന് വിറ്റുകൊണ്ട് നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ആരും ഒന്നും കൊണ്ട് നടന്ന് വിൽക്കുന്നില്ല. അവിടെ കുറച്ച് സ്ട്രീറ്റ് വെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും നടന്ന് വിൽക്കുന്ന കാഴ്ചയൊന്നും കാണാൻ സാധിക്കുന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. നമ്മൾ നേരത്തെ പോലീസ് കാരണം നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഇൻഡിപെൻഡൻസ് സ്ക്വയറിലോട്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രൊട്ടസ്റ്റ് സംഭവങ്ങളെല്ലാം വരുമ്പോൾ ഒരു പ്രധാനമായിട്ടും ഒരു എത്തിച്ചേരുന്ന ഒരു സെൻട്രൽ പോയിന്റ് കൂടിയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഈ ഒരു സ്മാരകം. കള്ളന്മാരെ ഇപ്പൊ അവിടെ കാണാനില്ല കേട്ടോ, വെയിലായോണ്ട് പോയെന്ന് തോന്നുന്നു. ഇത് കോമഡിയായിരുന്നു കേട്ടോ. അതായത് നേരത്തെ അവിടെ ഉള്ളതാണ്. ഈ പുള്ളിയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ആ ഭാഗത്തായിരുന്നു. ഈ ഇതുപോലത്തുള്ള ബസ്സുകളുണ്ടല്ലോ, ബസ്സിനെല്ലാം പിടിച്ചു നിർത്തിയിട്ട് കൈ കൊടുക്കും, പൈസ വാങ്ങും. ഇത് മനസ്സിലായല്ലേ? ഇവര് യഥാർത്ഥ കള്ളന്മാര് ഇവരാണ്. മറ്റേ കള്ളന്മാരെ പോലീസ് എന്ന് വിളിക്കണം കേട്ടോ. നമ്മുടെ റാഡിസൺ ഗ്രൂപ്പിന്റെ ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മുമ്പ് ഷെറാട്ടോൺ ആയിരുന്നു, അതിനിപ്പോൾ അവർ റാഡിസൺ ആക്കിയതാണ്. വേറൊരു റാഡിസൺ ഉണ്ടെന്ന് നമ്മുടെ ബ്രോ പറഞ്ഞു. അവിടെയാണ് കേട്ടോ. എനിക്കൊന്ന് 2010 2005 ആ കാലഘട്ടത്തിലല്ലേ, ആ ഒരു ടൈമാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ റാഡിസൺ ഹോട്ടലിനെ ഇവർ, പക്ഷെ അത് ഇതല്ല. ഞാൻ വിചാരിച്ചു ഈ ഹോട്ടലാണെന്ന് വിചാരിച്ചു. ഇത് ഷെറാട്ടോണാണ് റാഡിസൺ ആക്കിയതാണ്. ഞാനെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ കുഴിമന്തി തുറക്കുന്ന കാഴ്ചയിലാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ബ്രോ അവർ ഉണ്ടാക്കിയ ഭക്ഷണമാണ് കേട്ടോ. അടിപൊളി കുഴിമന്തി. കുക്കാരാ? കുക്ക് ബ്രോ അല്ലേ? കുക്കിനെ ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചായിരുന്നു. പിന്നെ ബ്രോനെ ഓൾറെഡി കാണിച്ചായിരുന്നു. പിന്നെ ബ്രോനെ ഞാൻ കാണിച്ചില്ല. ബ്രോ എന്തുണ്ട്, സുഖമല്ലേ? ബ്രോന്റെ പേരെന്താ? ഇത് സൽമാൻ ബ്രോ, ഇത് അർഷാദ് ബ്രോ, ഇത് സോറി മഹബൂബ് ബ്രോ, റൌഫ് ബ്രോ, ആദം ബ്രോ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ വേറൊരു ബ്രോയും കൂടെ ഉണ്ട് കേട്ടോ. പുള്ളി ഡയറ്റിലാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ ഇത് മറ്റേ ഹൈദരാബാദ് ഉത്തരേന്ത്യൻ ബിരിയാണിയൊക്കെ പോലെ ഉണ്ടല്ലോ, കളർ ബിരിയാണി, എസൻസ് ഒക്കെ ഇട്ട് നല്ല കളർഫുള്ള്. പിന്നെ ഇവിടെ ഇതെന്താ, പീനട്ട് ചട്നി. ഇതെന്താ ബ്രോ? മയണൈസ്. പിന്നെ ഇവിടെ സൽത്ത ഇതാണ് കേട്ടോ. ഇവർ ഓൾറെഡി എനിക്ക് വന്ന ദിവസം അന്ന് ഉണ്ടാക്കി തട്ടായിരുന്നു. അന്ന് എനിക്ക് പനിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഇവരെല്ലാവരും മലപ്പുറത്തുള്ള കൊണ്ടോട്ടിയിലുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മൾ അടിപൊളി ചിക്കൻ മന്തിയും റൈസും എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.